ഇരുത്തേണ്ടിടത്തിരുത്തി. RSSും BJPയും NDFും SDPIയും മുസ്ലിം തീവ്രവാദികളും ഹിന്ദു തീവ്രവാദികളും ഒരുപോലെ ശത്രു പട്ടികയിലും പ്രതിസ്ഥാനത്തും ശത്രുപാളയത്തിലും നിർത്തി ആരെയാണോ കല്ലെറിയുന്നത് അവരാണ് രാജ്യത്തിന്റെ യഥാർത്ഥ മതേതര സമൂഹത്തിന്റെ സൃഷ്ടിപ്പിന് വേണ്ടി ശ്രമിക്കുന്നവർ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. കമ്മ്യൂണിസ്റ്റുകാർ RSSന്റെ ഏറ്റവും വലിയ ശത്രുവാണ്. കമ്മ്യൂണിസ്റ്റുകാർ NDFന്റെയും SDPIയുടെയും ഒന്നാം നമ്പർ ശത്രുവാണ്. ഒരേ സമയം ഹിന്ദു തീവ്രവാദികളുടെയും മുസ്ലിം തീവ്രവാദികളുടെയും എതിർപ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കല്ലാതെ CPIMനല്ലാതെ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടോ ഈ നാട്ടിൽ? ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും ആ എതിർപ്പ് ഒരു സാക്ഷ്യപത്രമായി അവരുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു, തൂക്കിയിട്ടിരിക്കുന്നു. ആ സാക്ഷ്യപത്രം മറ്റൊന്നുമല്ല, CPIM ആണ് ശരി എന്നുള്ളതിന് RSSന്റെ എതിർപ്പും NDFന്റെയും SDPIയുടെയും എതിർപ്പും ഏറ്റവും വലിയ തെളിവല്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIM എല്ലാ വിഭാഗം ജനങ്ങൾക്കും വേണ്ടി പ്രവർത്തിച്ചു. അവർ കഷ്ടപ്പെടുന്നവൻ ഏത് മതക്കാരനാണ് എന്ന് നോക്കിയില്ല. കാശ്മീർ അട്ടിമറിക്കപ്പെട്ടു ഒരു പ്രകൃതി ദുരന്തത്തിലൂടെ. അവിടെ മഹാഭൂരിഭാഗം മുസ്ലിങ്ങളാണ്. ഇന്ത്യയിൽ CPIMന്റെ രാജ്യസഭാംഗങ്ങളുടെ 20 കോടി രൂപയുടെ ധനസഹായം ആദ്യം പാർട്ടി പ്രഖ്യാപിച്ചു. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി അങ്ങനെ ഒരു ഉദ്യമത്തിന് മുതിർന്നോ? ഈ രാജ്യത്തെ ഒന്നായി കാണാൻ കോൺഗ്രസിന് കഴിഞ്ഞിരുന്നു എങ്കിൽ കോൺഗ്രസ് അല്ലേ അതിന് നേതൃത്വം നൽകേണ്ടിയിരുന്നത്? CPIM ആണ് കാശ്മീരിനെ അതിന്റെ പൂർവാവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ അവരുടെ എംപിമാരുടെ CPIMന്റെ എംപിമാരുടെ രാജ്യസഭാംഗങ്ങളുടെ 20 കോടിയുടെ ധനസഹായം പ്രഖ്യാപിച്ചത്. ഭൂകമ്പം കീഴ്മേൽ മറിച്ചു. നേപ്പാളിൽ ഭൂരിപക്ഷം ഹിന്ദുക്കളാണ്. അതുകൊണ്ട് ഞങ്ങൾ എന്തിന് അവിടെ ഇടപെടുന്നു എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയല്ലല്ലോ CPIM ചെയ്തത്. കാശ്മീരിൽ മുസ്ലിങ്ങൾക്കാണ് ഭൂരിപക്ഷം, അതുകൊണ്ട് മുസ്ലിം എംപിമാർ നോക്കട്ടെ കാര്യങ്ങൾ എന്നല്ല CPIM തീരുമാനിച്ചത്. നേപ്പാളിൽ അവിടുത്തെ ജനങ്ങൾ ജീവിത പ്രയാസങ്ങളുടെ നീർച്ചുഴികളിലൂടെ കടന്നുപോയപ്പോ അവർക്കും ഒരു കൈത്താങ്ങായി സഹായത്തിന്റെ കൈലേസുമായി ഓടിയെത്തിയത് CPIM അല്ലേ? മതം നോക്കിയോ അവിടെ? ജാതി നോക്കിയോ അവിടെ? മുസഫർ നഗറിൽ ആയിരക്കണക്കിന് മുസ്ലിങ്ങൾ നിരാലംബരാക്കപ്പെട്ടപ്പോ ഈ കേരളത്തിൽ നിന്നടക്കം 2 കോടിയിലധികം രൂപ പിരിച്ച് 100ഓളം കുടുംബങ്ങൾക്ക് വീടുണ്ടാക്കി കൊടുത്തു. മുസ്ലിങ്ങളാണ് കഷ്ടപ്പെടുന്നത്, ഞങ്ങൾ എന്തിനു നോക്കുന്നു എന്ന് CPM ആലോചിച്ചില്ലല്ലോ. ഗുജറാത്തിൽ നരേന്ദ്രമോദിയുടെ കിങ്കരന്മാർ അവിടുത്തെ മതനിരപേക്ഷതയെ ചവിട്ടി മതിച്ചപ്പോ അതിന്റെ ദുരന്തങ്ങൾ മുഴുവൻ ഏറ്റുവാങ്ങിയ മനുഷ്യർക്ക് സഹായത്തിന്റെ കൈത്താങ്ങുമായി ചെന്നത് CPIM ആണ്. കോൺഗ്രസ് പോയോ? ഏതെങ്കിലും ഒരു വർഗീയ കലാപം നടന്ന സ്ഥലത്ത് മുസഫർ നഗറിലേക്ക് 10 പൈസ ഈ നാട്ടിൽ നിന്ന് സ്വരൂപിച്ചോ കോൺഗ്രസ്? കശ്മീരിലേക്ക്, നേപ്പാളിലേക്ക്, ഗുജറാത്തിലേക്ക് എന്തെങ്കിലും തരത്തിലുള്ള സഹായവുമായി ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പാർട്ടി പോയോ? CPIM അങ്ങനെയൊന്നും ചെയ്തില്ലായിരുന്നെങ്കിൽ ആരെങ്കിലും സഖാക്കളോട് ചോദിക്കുമായിരുന്നോ, സഖാവേ എന്താണ് നിങ്ങൾ മുസഫർ നഗറിലെ മുസ്ലിങ്ങളെ സഹായിക്കാത്തത് എന്ന്? എന്താണ് നിങ്ങൾ നേപ്പാളിൽ കഷ്ടപ്പെടുന്ന മനുഷ്യർക്ക് കൈത്താങ്ങാകാത്തത് എന്ന്? എന്തുകൊണ്ടാണ് നിങ്ങൾ കാശ്മീരിലെ പ്രയാസങ്ങൾ പേറുന്നവർക്ക് സഹായഹസ്തവുമായി മുന്നോട്ട് വരാത്തതെന്ന്? കോൺഗ്രസ് ചെയ്യാത്തത്, ഇന്ത്യയിലെ മറ്റൊരു മതനിരപേക്ഷ പാർട്ടി എന്ന് അവകാശപ്പെടുന്നവരും ചെയ്യാത്തത് CPIM ചെയ്തു. എന്തിന് CPIM എന്ന ചോദ്യത്തിന്റെ ഉത്തരം തേടി ഗവേഷണം നടത്തേണ്ട കാര്യമില്ല. പട്ടാളക്കാരെ കുറിച്ച് പറയുമ്പോ BJPക്കാർക്കും RSSകാർക്കും ആവേശം ഇരട്ടിയാകും. രാജ്യത്തിന്റെ ആകാശാതിർത്തിയിൽ
ശത്രു സൈന്യത്തോട് പൊരുതാൻ നിയോഗിക്കപ്പെട്ട ഒരു മകന്റെ പിതാവിനെ അതിക്രൂരമായി തല്ലിക്കൊന്നിട്ട് ആ വീടൊന്ന് സന്ദർശിക്കാൻ ഒരു ജവാന്റെ പിതാവിനോട് ചെയ്ത ക്രൂരതയിൽ സമാപനം നടത്താൻ RSSO BJPയോ രാജ്യം ഭരിക്കുന്ന മന്ത്രിമാരോ തയ്യാറായോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഖേദം പ്രകടിപ്പിച്ചോ? ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി, ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അവരുടെ വീട്ടിലെത്തിയോ? മുഹമ്മദ് അഖ്ലാഖിന്റെ വീട്ടിൽ ആദ്യം ഈ സംഭവം നടന്ന് പിറ്റേ ദിവസം സമാശ്വാസത്തിന്റെ വചനങ്ങളുമായി ശാന്തി മന്ത്രവുമായി ഓടിയെത്തിയത് CPIMന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ സഖാവ് ബൃന്ദ കാരാട്ടാണ് എന്നുള്ള കാര്യം ആർക്കാണ് മറക്കാൻ കഴിയുക? അത് കഴിഞ്ഞ 6 ദിവസം പിന്നിട്ടാണ് രാഹുൽ ഗാന്ധി ആ വീട്ടിൽ പോയത്. അതും കഴിഞ്ഞ ഒരാഴ്ച പിന്നിട്ടാണ് മുസ്ലിം ലീഗിന്റെ നേതാവ് ET മുഹമ്മദ് ബഷീർ, മുഹമ്മദ് അഖ്ലാഖിന്റെ മകൻ, മൂത്ത മകൻ, അദ്ദേഹം ആശുപത്രിയിൽ ശസ്ത്രക്രിയക്ക് വിധേയനായി കിടക്കുന്ന സ്ഥലത്ത് ചെന്ന് അദ്ദേഹത്തെ സന്ദർശിച്ചത്. വീട്ടിലേക്ക് അപ്പോഴും പോയില്ല. സഖാവ് ബൃന്ദ കാരാട്ട് പോയതുകൊണ്ട് മാത്രം രാഹുൽ ഗാന്ധി ആ വീട് സന്ദർശിച്ചു. രാഹുൽ ഗാന്ധി പക്ഷേ ഗോവധ നിരോധനത്തെക്കുറിച്ച് ഒരക്ഷരം പറഞ്ഞില്ല. ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുമ്പോൾ, ജനാധിപത്യം പിച്ചുചീന്തപ്പെടുമ്പോൾ, മതനിരപേക്ഷതയെ കാൽ ചുവട്ടിലിട്ട് ചവിട്ടിയറക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ ചെങ്കൊടിയും കമ്മ്യൂണിസ്റ്റുകാരുമേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ചെങ്കൊടി താഴ്ന്ന് പറക്കാൻ വേണ്ടി തുടങ്ങി എന്ന് കേട്ടാൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, ഈ നാട് മതഭ്രാന്തന്മാരുടെയും മതാന്തകരുടെയും പിടുത്തത്തിൽ അമർന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന്. കമ്മ്യൂണിസ്റ്റുകാരന്റെ ശബ്ദത്തിന് ശക്തിക്ഷയം സംഭവിച്ചു കഴിഞ്ഞു എന്ന് ആരെങ്കിലും പറഞ്ഞു കേട്ടാൽ നിങ്ങൾ ഉറപ്പിക്കുക, ഈ നാട്ടിൽ മതനിരപേക്ഷത ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു എന്ന്. ജനാധിപത്യത്തെ പരിരക്ഷിക്കാൻ, മതേതര മൂല്യങ്ങളെയും മതനിരപേക്ഷതയെയും കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കാൻ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന UDF സർക്കാരിന്റെ അന്ത്യം കുറിക്കാൻ സഖാവ് പിണറായി വിജയൻ ഒരു യാകാശത്തെ ഇവിടെ നിന്ന് അഴിച്ചുവിട്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ. ആ യാകാശം തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ കേരളം ഇളകിമറിയും. ഈ നാട് മതനിരപേക്ഷതയുടെ പരിരക്ഷണം സ്വയം ഏറ്റെടുക്കും. അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന സർക്കാരിനെ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയാൻ അവർ ശക്തമായ തീരുമാനമെടുക്കും. ആ എടുപ്പിക്കുവാനുള്ള ചരിത്രപരമായ ദൗത്യമാണ് സഖാവ് പിണറായി വിജയൻ ഏറ്റെടുത്തിരിക്കുന്നത്, CPIM ഏറ്റെടുത്തിരിക്കുന്നത്. ഈ യാത്ര മറ്റു പാർട്ടികളുടെ യാത്രയെപ്പോലെ കേവലം ഒരു യാത്രയായി പരിണമിക്കുമെന്ന് ആരും കരുതേണ്ട. ഇത് ചരിത്രത്തിൽ ഇടം നേടുന്ന യാത്രയാകും. ഇത് മഹാവിപ്ലവം ഈ നാട്ടിലുണ്ടാക്കും. ഇത് മതാന്ധതക്കും മതഭ്രാന്തിനുമെതിരായി ഒരു കുരിശുയുദ്ധ പ്രഖ്യാപനമായി രാജ്യത്ത് രൂപാന്തരപ്പെടും. നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും എല്ലാവരുടെയും അഭിവാദ്യങ്ങളും ഈ ജാഥക്കുണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ജാഥക്ക് സ്വീകരണം നൽകിയ നിങ്ങളെ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.